എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മളുടെ സദ്യ എന്ന് പറഞ്ഞാൽ വിശ്വപ്രസിദ്ധമാണല്ലേ. നമുക്കും വേറെ എന്തൊക്കെ ഫുഡ് ഉണ്ടെങ്കിലും സദ്യ ഒരിക്കലും മാറ്റി നിർത്താനാവുന്ന ഒന്നല്ല. പക്ഷെ നമുക്ക് തോന്നുന്നു ഇതിന്റെ കറികളൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആണ്. ഒരിക്കലും അല്ല, വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് പ്രിപ്പയർ ആക്കി എടുക്കാം. സദ്യക്ക് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാങ്ങ അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഞാൻ 2 കിലോ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി അതിന്റെ വെള്ളമൊക്കെ തുടച്ചെടുത്ത് ചെറുതായി അരിഞ്ഞെടുത്താണ്. ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഈ കടുകൊന്ന് മൂത്ത് ചെറുതായി പൊട്ടി തുടങ്ങും. ഇതിപ്പോ ചെറുതായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. ഉലുവയുടെ കളറൊക്കെ ചേഞ്ച് ആയി ഒരു ബ്രൗൺ കളറിലേക്ക് വരും. ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ പൊടിക്കാതിരിക്കാൻ നല്ലത്. ഇതുപോലെ ഒരു കല്ലുണ്ടെങ്കിൽ അതിലൊന്ന് വെച്ച് പൊടിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം പൊടിച്ചിട്ട്. വീണ്ടും പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് നെടുവെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 5 പച്ചമുളകും 1 കുടം വെളുത്തുള്ളിയാണ് ഞാനിത് ക്ലീൻ ആക്കി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ ഇഞ്ചി ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. ഇനി 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഇതിന് ശരിക്കും അച്ചാറിന്റെ മണമായിരിക്കും. ഈ റൂമിലെല്ലാം നല്ല അച്ചാറിന്റെ സ്മെല്ല് വരും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് നമുക്ക് ചൂടാക്കി എടുക്കണം. കാരണം ഉപ്പിൽ വെള്ളമയം ഉണ്ടാവും. ഉപ്പ് ചൂടാക്കി എടുക്കുവാണെങ്കിൽ അച്ചാർ കുറെ നാൾ കേടാവാതിരിക്കും. സദ്യ കഴിഞ്ഞാലും മിച്ചം വന്നാൽ കേടാവത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പിരിയമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇടുന്നതിന്റെ ഉദ്ദേശം ഇതിന് നല്ല റെഡ് കളർ ഉണ്ടാവും. ഇനി ഇത് ഈ ഉപ്പിന്റെ ചൂടിൽ നന്നായി ചൂടാക്കി എടുക്കണം, മിക്സ് ആക്കി എടുക്കണം. അപ്പൊ ഇതിന്റെ കളർ പോവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായത്തിന്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുളകിന്റെ കളർ ഒട്ടും പോവില്ല. അച്ചാറിന് നല്ല റെഡ് കളർ ഉണ്ടാവും. ഇനി ഈ മിക്സർ തണുത്ത് കഴിയുമ്പോൾ അച്ചാറിലേക്ക് മാറ്റണം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് മുഴുവൻ ഇതുപോലെ മാറ്റി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന കടുകിന്റെ മിക്സറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പൊ തന്നെ മാങ്ങയിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെക്കണം. ഒരു നൈറ്റ് ഇതിങ്ങനെ വെച്ചേക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ മാങ്ങായിന്ന് വെള്ളം എല്ലാം റിലീസായി വരും. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ അച്ചാർ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു പൊടിക്കൈയാണ് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാർ മിച്ചം വന്നാലും കേടാവാണ്ടിരിക്കും. ഇങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് ആദ്യമേ ഞാൻ നല്ലെണ്ണ ഒഴിക്കാഞ്ഞ്, അധികം എണ്ണ ഒഴിക്കാഞ്ഞ്. ഇനി ഇത് നമുക്ക് ഭരണിയിൽ സൂക്ഷിച്ചു വെക്കാം. സദ്യക്ക് വിളമ്പുകയും ചെയ്യാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.